നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനുള്ള ഒരു പാക്കും നല്ലൊരു ടോണറും, ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടോണറുമാണ്. നമ്മൾ പൈസ കൊടുത്ത് ടോണർ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ സ്ഥിരമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നമുക്കൊരു 10 ദിവസത്തേക്കൊക്കെ ഞാൻ ഉണ്ടാക്കി വെക്കും. ഇപ്പം നാളെ ഒരു ദിവസം ഞാനൊരു ടോണർ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. ആ ടോണർ ഇപ്പോൾ എൻ്റെ കഴിഞ്ഞു. ഇപ്പം ഇന്ന് ഞാൻ വേറൊരു ടോണർ ഉണ്ടാക്കി, അത് വേറൊരു ടൈപ്പിലാണ്. മെയിനായിട്ട് ഞാൻ നോക്കണത്, നമ്മൾക്ക് ടോണർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് മുഖത്തുണ്ടാവണം പിഗ്മെൻറ്റേഷൻ മാറാനും സൺ ടാൻ മാറാനും ഡെയിലി ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് അങ്ങനെ ഒരു ഗുണം കിട്ടുന്ന ഒരു ടോണറാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോൾ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാലും അതുപോലെയുള്ള ടോണറാണ് ഉപയോഗിക്കാറ്. നമ്മൾ ഒരു ദിവസത്തിൽ ഒരു 4-5 വട്ടമൊക്കെ മുഖം കഴുകുമ്പോഴൊക്കെ നമ്മൾ ടോണർ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മൾ മുഖം കഴുകി വെള്ളം ഒപ്പി കളഞ്ഞതിന് ശേഷം ഈ ടോണർ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഈ ടോണർ ഉപയോഗിക്കുക, നമ്മുടെ സ്കിൻ അത് വലിച്ചെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോഴേ നിങ്ങളത് മനസ്സിലാവുള്ളൂ. പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് ഒരു ടോണർ അങ്ങോട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും അങ്ങോട്ട് റിസൾട്ട് കിട്ടിയെന്നല്ല, കുറച്ച് ഒരു മാസമൊക്കെ ഉപയോഗിക്കുമ്പോഴേക്കും നമ്മൾ പ്രതീക്ഷിക്കണതിലെ അപ്പുറം മാറ്റം നമുക്ക് നമ്മുടെ സ്കിന്നിലേക്ക് കിട്ടും. അത് ഞാൻ ഉറപ്പ് തരികയാണ്. പക്ഷേ ഞാൻ കാണിക്കണ പോലെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി വെച്ച് നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു ദിവസത്തിൽ നിങ്ങൾ എപ്പോഴൊക്കെ മുഖം കഴുകണം, അതിന് ശേഷം ടോണർ ഉപയോഗിച്ചിട്ട് പിന്നെ നിങ്ങൾ മോയ്സ്ചറൈസറും സൺസ്ക്രീൻ മറക്കാതെ ഉപയോഗിക്കണം. ഇതൊക്കെ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ തീർച്ചയായും നിങ്ങളുടെ സ്കിന്നിൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സ്കിൻ വൈറ്റനിങ്ങിനുള്ള ഒരു പാക്കും നല്ലൊരു ടോണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനും സഹായിക്കും ആ ടോണർ. കാരണം ഇൻഗ്രീഡിയൻസ് അങ്ങനത്തെ ആയതുകൊണ്ടാണ് പറയണത്. ടോണർ ഉപയോഗിച്ചിട്ട് ആരുടെ മുഖം വെളുത്തിക്കണോ ചോദിക്കും നിങ്ങളെല്ലാവരും. വെളുക്കും എന്ന് പറഞ്ഞാൽ വെളുത്ത് തുടുക്കുന്നല്ല, ആ സ്കിൻ ടോണിനൊരു മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ പിഗ്മെൻറ്റേഷനും മോക്കുരു വന്ന പാടുകളും മുഖത്തെ പാടുകളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് മാറും. അല്ലാണ്ട് ഒരു വട്ടം ഉണ്ടാക്കി കുറച്ച് ദിവസം ഉപയോഗിച്ചു അങ്ങനെ മാറില്ല ഒരിക്കലും. കുറച്ച് കാലം ഉപയോഗിക്കുമ്പോൾ മാത്രമേ മാറുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇൻഗ്രീഡിയൻസ് എന്താ നോക്കിയിട്ട് വന്നാൽ നമ്മുടെ പാക്കും ടോണർ എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ നോക്കിയിട്ട് വന്നാലോ. അതിന് മുന്നോട്ടായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടിച്ച് എൻ്റെ പേര് ദീപ എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ലിക്വറൈസാണ്. ഇരട്ടി മധുരത്തിൻ്റെ കമ്പ് നല്ലപോലെ കഴുകി ഇടിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ മഞ്ചിഷ്ടയാണ്. മഞ്ചിഷ്ട നല്ലപോലെ കഴുകി വെച്ചിരിക്കുക. ഇത് നമുക്ക് ചെറിയ ചെറിയ കമ്പുകളാണ് എനിക്കിവിടെ കിട്ടിയത്. നിങ്ങൾക്ക് കിട്ടണ പോലെ ആയുർവേദ ഷോപ്പിൽ നിന്ന് നമുക്കിത് വാങ്ങാൻ കിട്ടും. നല്ലപോലെ കഴുകി ഇടിച്ചിട്ട് ഉപയോഗിക്കുക. ഞാനിപ്പോൾ ഇത് ചെറിയ കമ്പായ കാരണം ഇടിക്കാനൊന്നും നിന്നില്ല, കഴുകിയിട്ടു. മറ്റേത് പിന്നെ ഇത്തിരി വലിയ കമ്പ്, അപ്പോൾ ഞാനത് ഇടിച്ചിട്ടു. ഇനി ഇതിലേക്ക് വലിയ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം നമുക്കിതിൽ ഒഴിക്കാം. നമുക്കിത് ഞാൻ 2 യൂസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ടോണർ, ഞാൻ ടോണർ വേറെ ടൈപ്പിൽ നാളെ ഉണ്ടാക്കി കാണിക്കുന്നത്, അത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് ദിവസം ടോണർ വേണം. അപ്പോൾ ടോണറും ഇതിലൂടെ നമുക്ക് ആവും. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി ഇടാണ്ട് എന്താണെന്ന് നോക്കാം. ഇത് ഒരു ഓറഞ്ചിൻ്റെ തൊലി ഉണക്കിയതാണ്. ഇത് നമുക്ക് നമ്മുടെ ഈ തിളപ്പിക്കാൻ വെച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉണക്കി വെച്ചാൽ നമുക്കൊരു കേടും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉണക്കിയെടുത്ത് വയ്ക്കുക. നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് ഇനി നമുക്ക് നല്ലപോലെ തിളപ്പിക്കാം. നമ്മുടെ മുഖത്തെ കരിമങ്കല്യം മാറാൻ നല്ലപോലെ സഹായിക്കും. അതുപോലെ തന്നെ മുഖത്തിന് നല്ല കളറ് കൊണ്ടുവരും, നല്ല ഗ്ലോ കൊണ്ടുവരും. ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇത് ഇന്നാൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, വേറൊരു തരത്തിലുള്ള ടോണറാണ്. ഇത് വേറൊരു തരത്തിലുള്ള ടോണറാണ് കാണിക്കുന്നത്. അപ്പം എനിക്കെപ്പോഴും ഞാൻ വാങ്ങി ടോണർ അധികം യൂസ് ചെയ്യാറില്ല, ഞാനിവിടെ ഉണ്ടാക്കിയതാണ് യൂസ് ചെയ്യാറ്. കണ്ടോ, ഇത്രയായി. ഇനി ഞാൻ ഈ ടോണർ ഇത് കഴിയണവർ ഈ ടോണർ ഉപയോഗിക്കും. നമുക്ക് ടോണർ എപ്പോഴും നല്ലതാണ്, വീട്ടിൽ ടോണർ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതൊന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ ഇത് നല്ലപോലെ തിളച്ചു. ഞാൻ സിമ്മിൽ വെച്ചിട്ട് കുറച്ച് കൂടുതൽ നേരം തന്നെ കുറച്ച് വറ്റിക്കണം നമുക്കിത്. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ നേരം, കുറച്ച് നേരമല്ല, കണ്ടു. ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന വെള്ളം കുറച്ച് വറ്റി. ഇനി നമുക്കിത് ചൂടാറാൻ വെക്കണം. അപ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തു. ഇനി ഇതൊന്ന് തണുക്കട്ടെ കേട്ടോ. ഇപ്പം നമ്മുടെ ടോണർ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ നമുക്ക് ഇത്രയാണ് കിട്ടിയത്. ഇത് നമുക്ക് ഇനി ഒരു പാക്കും കൂടിയും ഇത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട്. ആദ്യം നമുക്ക് ഒരു ബൗൾ എടുക്കാം. ബൗൾ
ബൗളിലേക്ക് നമ്മൾ ഇടുന്നത് ഒരു സ്പൂൺ അരിപ്പൊടി ഇടുക. ഇനി നമുക്ക് ആവശ്യം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് മതി കേട്ടോ, ഇത്രയും മതി. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ടോണർ ഉണ്ടല്ലോ, നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ടോണർ, ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഞാൻ പാക്ക് നമ്മൾ ഉണ്ടാക്കി. ഇത് സ്കിൻ വൈറ്റനിങ്ങിനാണ്, നല്ല അടിപൊളിയാണ്. കാരണം നമ്മുടെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനുള്ള ടോണറാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലേക്ക് ഞാനിതിലേക്ക് ഒരു 4 ഡ്രോപ്സ് ഗ്ലിസറിനാണ് ഒഴിക്കുന്നത്. ഇത് ഡെയിലി 4-5 വട്ടമൊക്കെ ഞാൻ ടോണറാക്കിയിട്ട് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യും കേട്ടോ. ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഒരു കുപ്പിക്ക് ആക്കുകയാണ്. ഇതാ ടോണറിൻ്റെ കുപ്പിയൊക്കെ നല്ല വൃത്തിക്ക് കഴുകിയെടുത്തു. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കണം കേട്ടോ. നമുക്കൊരു 10 ദിവസം വരെയൊക്കെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. അതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്പ്രേ ചെയ്യുക. എപ്പോഴൊക്കെ മുഖം കഴുകണം, മുഖം കഴുകി മുഖം ഒന്ന് ഒരു തുണി വെച്ച് ഒപ്പിയതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ മുഖത്ത് ഇതുപോലെ അടിച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ ടോണർ. ഇതെങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ കണ്ടുല്ലോ നിങ്ങൾ, നമുക്ക് ടോണർ ഉണ്ടാക്കി. ഇത്രയും മതി. നമ്മുടെ സ്കിൻ നല്ല മാറ്റമായിരിക്കും. ഇപ്പം നമ്മൾ സ്കിൻ കെയർ ചാലഞ്ച് തുടങ്ങിയിട്ട് 10-13 ദിവസത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയത് നിങ്ങൾ ആരും എന്നോട് അറിയിച്ചിട്ടില്ല. നിങ്ങൾ യൂസ് ചെയ്യണ്ടോ എന്ന് പോലും നിങ്ങൾ പറഞ്ഞില്ല. പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. നല്ല മാറ്റമുണ്ട് മുഖത്തിന്. അതുമാതിരി തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച ആൾക്കാർക്ക് തീർച്ചയായും മാറ്റം ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ അതുപോലെയൊക്കെ ശ്രദ്ധിച്ച കാരണം എനിക്ക് ഇത്രയും മാറ്റം വന്നത്. നാട്ടിലൊക്കെ പോയി ടാൻ അടിച്ച് മുഖമൊക്കെ ഒരു ജാതിയായി ഇരിക്കുകയായിരുന്നു. അതിൽ നിന്നൊക്കെ നല്ലൊരു വ്യത്യാസം ഇപ്പോൾ എൻ്റെ മുഖത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളതുപോലെയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഇത് നമ്മൾ ഭക്ഷണം കഴിക്കണത് ശ്രദ്ധിക്കണം, വെള്ളം കുടിക്കണത് ശ്രദ്ധിക്കണം, മധുരം പാടെ ഉപേക്ഷിക്കണം, അതുപോലെ തന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കണം. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴന്നെയാണ് നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഒരിക്കലും നമ്മളൊരു മുഖത്തൊരു സാധനം തേച്ചതുകൊണ്ട് മാത്രം റിസൾട്ട് കിട്ടില്ല. ചിലർ പറയും എന്തൊക്കെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടണില്ല എന്ന്. നമ്മൾ മുഖത്ത് മാത്രം തേച്ചുകൊണ്ട് കാര്യമില്ല, നമ്മൾ കഴിക്കണതും കുടിക്കണതും എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അത് നിലനിർത്തി കൊണ്ടുപോകാനും നമ്മളെയും കൊണ്ട് സാധിക്കണം. കാരണം മുഖത്തിന് ആ ഒരു മാറ്റം കണ്ടു, അതോടുകൂടി നിങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ അത് ശരിയാവില്ല. നിങ്ങൾക്ക് ടൈം കിട്ടണ പോലെ നിങ്ങളുടെ സ്കിന്ന് ശ്രദ്ധിക്കുക. നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, ഞാൻ സത്യം പറഞ്ഞാൽ കല്യാണം കഴിയുന്നതിന് മുമ്പുണ്ടല്ലോ നല്ലപോലെ സ്കിന്നൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിലേക്കുള്ള ആ ഒരു ഇതൊക്കെ അങ്ങോട്ട് മാറിപ്പോയി. കല്യാണം കഴിഞ്ഞു, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴേക്കും മക്കളുടെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ നമ്മൾ കഴിക്കണത് പോലും ആ പണി ഒരുങ്ങട്ടെ ഈ പണി ഒരുങ്ങട്ടെ, അത് കഴിഞ്ഞിട്ട് ഇരുന്ന് കഴിക്കാൻ സ്വസ്ഥമായിട്ട് അങ്ങനെയുള്ളൊരവസ്ഥയ്ക്ക് ഞാൻ മാറിയിട്ടുണ്ടായിരുന്നു. ഭക്ഷണം പോലും ടൈമിന് കഴിക്കാൻ പറ്റാത്ത, എന്നുവെച്ചാൽ നമ്മൾ വിചാരിക്കും ആ പണിയും കൂടി കഴിഞ്ഞാൽ പിന്നെ കഴിച്ച് സ്വസ്ഥമായിട്ട് ഒരു ഭാഗത്ത് ഇരിക്കാമല്ലോ, ആ ഒരു ചിന്തയിൽ അത് കഴിയുമ്പോഴേക്കും വേറെ എന്തെങ്കിലും പണി കാണും, അതിൻ്റെ പിന്നാലെ പോകും. അങ്ങനെ നമ്മുടെ കഴിക്കണതാണെച്ചാലും കുടിക്കണതാണെച്ചാലും നമ്മുടെ സ്കിന്നാണെങ്കിലും ഒന്നും ശ്രദ്ധിക്കാതെയായി. അതുപോലെ തന്നെ എൻ്റെ മുഖത്തിന് നിറച്ച് പ്രശ്നങ്ങളും വന്നു. പിന്നെ നമ്മൾ സ്കിന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് പ്രശ്നങ്ങൾ പെട്ടെന്ന് വരും, മാറാൻ എളുപ്പമല്ല എന്നുള്ളത്. പിന്നെ അതൊന്ന് മാറ്റിയെടുക്കാൻ ഞാൻ വർഷങ്ങൾ പാടുപെട്ടു. സത്യം പറഞ്ഞാൽ പിന്നെ നമ്മുടെ സ്കിന്ന് കൂടുതൽ ഡാമേജായി, മുഖക്കുരു വന്ന പാടുകളായി, കണ്ണിനിടയിൽ ഡാർക്ക് സർക്കിളായി. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ പിന്നെ നമുക്ക് എവിടേക്കെങ്കിലും പോകാൻ പോലും മടിയായി തുടങ്ങി. പ്രത്യേകിച്ച് കൂടുതൽ ഈ മേക്കപ്പ് ഐറ്റംസ് ഒന്നും ഉപയോഗിക്കാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ നമുക്ക് മുഖം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എവിടേക്കെങ്കിലും പോകാൻ പോലും നമുക്ക് ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കണതാണ് ഇഷ്ടം എന്നുള്ളൊരവസ്ഥയിലേക്കൊക്കെ ആയി. പിന്നെ ഞാൻ സ്കിന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. വർഷങ്ങൾ പാടുപെട്ടിട്ടാണെച്ചാലും ഇപ്പോൾ ഞാൻ എത്ര വർഷം കൊണ്ട് ഞാനിത് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ വൈറ്റനിങ് പാക്കൊന്നും അല്ലല്ലോ ഉപയോഗിക്കുന്നത്, നമ്മുടെ വീട്ടിൽ തന്നെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചായതുകൊണ്ട് തന്നെ റിസൾട്ട് മെല്ലെ കിട്ടുള്ളൂ. പക്ഷേ ഒരു കാര്യമുണ്ട്, അത് നമുക്ക്
എന്താ പറയുക റിസൾട്ട് മെല്ലെ കിട്ടിച്ചാലും അത് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. ആ സ്ഥാനത്ത് വൈറ്റനിങ് ക്രീമുകളൊക്കെ നമ്മൾ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തെ റിസൾട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ തൊലിയൊക്കെ പോയി സ്കിന്നൊക്കെ ഡാമേജായി പിന്നെ അറിയാമല്ലോ ഓരോ പ്രശ്നങ്ങൾ വന്ന് തുടങ്ങും. അപ്പോൾ അതിനേക്കാളും നല്ലത് നിങ്ങളെല്ലാവരും കുറച്ച് ഒന്ന് നമ്മൾ ബുദ്ധിമുട്ടിയാലും നമ്മുടെ സ്കിന്നിനെ നമുക്ക് ഒരു ഡാമേജും കൂടാതെ നല്ല പോലെ നമുക്ക് നല്ല ഹെൽത്തി സ്കിന്നാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും സ്കിന്ന് ശ്രദ്ധിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെന്ന് വെച്ചാൽ സ്കിന്നൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങുക. നിങ്ങളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. തീർച്ചയായും നിങ്ങളുടെ സ്കിന്ന് നല്ല ഹെൽത്തി സ്കിന്നായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ പാക്കൊക്കെ നല്ല കട്ടിക്കിട്ട് നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് റിസൾട്ട് നോക്കാം. ഇപ്പോൾ ഒരു 10-25 മിനിറ്റ് ആയിട്ടോ നല്ലോണം ഉണങ്ങി. ഇത് കഴുകിയിട്ട് ഞാൻ ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇതാ മുഖം കഴുകിയിട്ട് വന്നു. നല്ല അടിപൊളിയായിട്ട് കളർ വന്നിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിലത്തെ ഇപ്പോഴത്തെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഗ്ലോയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നല്ല അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടി എന്നുള്ളത് കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ ഞാൻ ടോണർ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ മുഖത്ത് ഞാൻ കഴുകി മുഖത്തൊക്കെ വെള്ളം നമുക്കൊരു തുണി എടുത്ത് ഇതൊന്ന് ഒപ്പിയെടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു തുണി എടുത്ത് മുഖത്തത്തെ വെള്ളമൊക്കെ നമ്മളൊന്ന് ഒപ്പിയെടുത്തു. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നു. നല്ല തണുപ്പാണ്, നമുക്ക് നല്ല സുഖം. ഇത് നല്ലപോലെ ഒന്ന് ടാഗ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് കഴുത്തിലും മുഖത്തും മൊത്തം നല്ല തണുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെയും ചെയ്യും. അത്ര നല്ല അടിപൊളി കേട്ടോ. അപ്പോൾ നമ്മളിതിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഒഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊരു കുറച്ച് നമ്മുടെ ഗ്ലിസറിൻ ഒഴിക്കുക. സ്കിന്നിന് നല്ല തിളക്കം കിട്ടാൻ അത് സഹായിക്കും. പിന്നെ നമ്മൾ ഡെയിലി ഇത് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുഖത്ത് വരണ പിഗ്മെൻറ്റേഷനും മുഖക്കുരു വന്ന പാടുകളും കണ്ണിനിടെ ഡാർക്ക് സർക്കിളും ഇതൊക്കെ മാറാനും സ്കിന്നിനൊന്ന് ഒരു കളർ കൊണ്ടുവരാനൊക്കെ ഈ ടോണർ നമ്മളെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു 10 ദിവസത്തേക്ക് പറഞ്ഞാൽ ചിലപ്പോൾ 10 ദിവസമൊന്നും എനിക്ക് തികയില്ല. ഞാൻ അത്രയ്ക്ക് ടോണർ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ പാക്കും യൂസ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതും യൂസ് ചെയ്യാമല്ലോ. തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. ഓക്കെ, ബൈ.